അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ്. അത് പറഞ്ഞില്ലെങ്കിൽ തുടങ്ങാനൊരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും ഹാപ്പി അല്ലേ? അല്പം മുൻപ് ഹാപ്പി അല്ലാത്ത പോലെ തോന്നി, പക്ഷേ കൂടുതൽ ഹൃദ്യമാവും ഈ സായാഹ്ന നിമിഷങ്ങൾ. കാരണം ഇശൽ മെഹർബ ഓർക്കുക, ഇശൽ മർഹബയല്ല, മർഹബയായിരുന്നു സൗകര്യം അല്ലേ? ഇശൽ മെഹർബ എന്ന ഈ ഒരു ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ നമ്മൾ വീണ്ടും ഒമാനിലെ മസ്കറ്റിലെ അൽഫലാജ് എന്ന ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ ഈ ഒരു സായാഹ്നത്തിൽ ഒത്തുചേരുകയാണ്. ഒരുപാട് പേർ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ഗായകരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഈ ആഘോഷം നമ്മൾ ചില ഗായകരോടൊപ്പം അവരുടെ അത്യപൂർവ ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംഘാടകരുടെ പേരിൽ, ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ഓതുന്നു. കണ്ണൂർ സലീമിനെ പറയാതിരിക്കാൻ പറ്റില്ല. സലീം കയുടെ സംഗീത കുടുംബത്തിൽ നിന്ന് ഗായകനായിട്ട് ജന്മം കൊണ്ട് കീബോർഡിസ്റ്റായിട്ട് മാറി വലിയ ഓർക്കസ്ട്ര ലീഡ് ചെയ്യുന്ന സലീം ആൻഡ് നാസർ കണ്ണൂർ. ഒരുപാട് പ്രശസ്തരോടൊപ്പം ഗൾഫ് മുഴുവൻ കറങ്ങുന്ന തബലിസ്റ്റ്, മാന്ത്രിക വിരലുകൾ തബലപ്പുറത്ത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇശൽ മെഹ്റുബ. ഹാപ്പി ഈദ് ആൻഡ് ഈദ് മുബാറക്. Yes, once again, welcome to Ishal Meherba 2014. ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു പശ്ചാത്തല സംഗീതം ഒരുങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് അമിതാഭ് ബച്ചൻ്റെ സ്റ്റൈലിൽ ഒരാൾ വേണം വരാൻ. അതിന് നമുക്ക് മലയാളം മാപ്പിള ഗാനശാഖയിൽ നിന്നൊരു അധികായനുണ്ട്. എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു നിമിഷം പോലും മടുപ്പിക്കാത്ത മാപ്പിള പാട്ടുകളെ അതിൻ്റെ തനത് രീതിയിൽ ആലപിച്ചുകൊണ്ട് തൻ്റെ പ്രായം പോലും വകവയ്ക്കാതെ ചെറുപ്പക്കാരോടൊപ്പം, ഏത് പ്രായക്കാരോടൊപ്പവും വേദികൾ പങ്കിട്ടുകൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ റിയൽ രാജാവ്, മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ. ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് മിസ്റ്റർ മൂസ എരഞ്ഞോളി. പ്രിയപ്പെട്ടവരെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകളും. മറ്റൊന്ന്, മസ്കത്തിൽ പാടാൻ വല്ലാത്തൊരു സുഖമാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ എങ്ങനെ പാടിയാലും കൂക്കുന്നത് പോലും എനിക്ക് സന്തോഷമാണ്. എല്ലാം നല്ല പ്രോത്സാഹനം തരുന്നവരാണ്. ഞാൻ ഇങ്ങോട്ട് ഇനി എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പറയില്ല. 55 വർഷമായി ഞാൻ ഇവിടെ പാടുന്നു. മാപ്പിളപ്പാട്ട് പാടി നടക്കുന്ന ഒരു എളിയ പാട്ടുകാരനാണ്. ഇത്രയും കൊല്ലങ്ങൾ എന്നെ നിർത്തിയത് നിങ്ങളാണ്. ഓരോരോ വ്യക്തികളുമാണ്, പാട്ടാസ്വാദകരാണ്. ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു സ്വാർത്ഥതയുള്ള പാട്ടുകാരനായി പോകും. അതുകൊണ്ട് ഇനി അത് പറയില്ല. ഇവിടെ നിങ്ങൾ കാണുന്നില്ല, 12 വയസ്സ് 13 വയസ്സുള്ള കുട്ടികൾ ചില ചാനലിൽ പാടുന്നത് എന്ത് മൊഞ്ചിലാണ് പാടുന്നത്. ഇനി ആ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചിട്ട് 55 വർഷം ഞാൻ നിന്ന പോലെ അവരെ കൈകൊട്ടിയിട്ടൊന്നും ഇവിടുന്ന് എല്ലാ പ്രോത്സാഹനം കൊടുത്ത് നിർത്തണം. മാപ്പിളപ്പാട്ട് എന്നാലേ നിലനിൽക്കുള്ളൂ. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഒരു ഭക്തിഗാനത്തോടു കൂടി ഇവിടെ ആരംഭിക്കുക. സമാനിൻ കോരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടരുമ്പോൾ ഹൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരോ. സമാനിൻ കൂരിരുൾ കാട്ടിൽ
സഭായിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ അൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ ഒതുവിൻ വെൺകുളിർ ചൂരി ഉടലപാത ശിരം മൂടി ഒതുവിൻ വെൺകുളിർ ചൂരി ഉടലപാത ശിരം മൂടി മണ്ണിൻ മടിയിൽ തിരുനെറ്റി സുജൂദിൽ ചേർത്ത് ഓതോക്കുമ്പോൾ മണ്ണിൻ മടിയിൽ തിരുനെറ്റി സുജൂദിൽ ചേർത്ത് ഓതോക്കുമ്പോൾ ചുണ്ടിൽ ഒരു വിടലന്തയിലായി കൽബിൽ നിറയന്തേ ചുണ്ടിൽ ഒരു വിടലന്തയിലായി കൽബിൽ നിറയന്തേ ഇലാഹി കൽബിൽ നിറയന്തേ സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ ധരണി ധന്യ നിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ ധരണി ധന്യ നിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ ഫിർദൗസെന്ന സ്വർഗത്തിലായി ഇനിയൊരു പിറവി തരും ഫിർദൗസെന്ന സ്വർഗത്തിലായി ഇനിയൊരു പിറവി തരും ഇലാഹി ഇനിയൊരു പിറവി തരും സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാട്ടിൽ സഭായിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ
സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാറ്റിൽ സബാഹിൻ പൂവിടരുമ്പോൾ. Hey, that is Musaka. Thank you so much for coming in. അപ്പോൾ താങ്കൾ ഇങ്ങനെ നിത്യയൗവനമായിട്ട് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. സിനിമ